കരമന അജിത്താണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇത്തവണ കരമന നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്, ജനവിധി തേടുന്നത്. പ്രചാരണം ഇത്രയൊക്കെ ആയപ്പോൾ ഏറെക്കുറെ ഇനിയിപ്പോൾ മൂർധന്യാവസ്ഥയൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. പ്രചരണമൊക്കെ അടിപൊളിയായിരിക്കും. നമ്മളെ തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ നഗരസഭ ഭരണസമിതി തീർച്ചയായിട്ടും അധികാരത്തിൽ വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയുടെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത, വികസന മുരടിപ്പ്, അതുപോലെ തന്നെ അഴിമതി, അതുപോലെ തന്നെ സ്വജനപക്ഷപാതം, ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരില്ല എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം പ്രചരണം അവസാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണ്. കരമനയിൽ ആദ്യമായി 2015 ഞാൻ താമര വിരിയിച്ചത്. അന്ന് DYFIയുടെ നേതാവായിരുന്ന കരമന ഹരിയെ 1198 വോട്ടിനാണ് ഞാൻ അന്ന് പരാജയപ്പെടുത്തിയത്. അതുപോലെ തന്നെ 2005 ഞാനിവിടെ പരാജയപ്പെട്ട സ്ഥലമായിരുന്നു. 110 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ജനവിധി തേടുന്നത്. ശുഭാപ്തി വിശ്വാസമുണ്ട്. 2015 ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് എല്ലാവർക്കുമുണ്ട്. ശുഭാപ്തി വിശ്വാസവുമുണ്ട്. മുമ്പ് കൗൺസിലറായിരുന്ന മണ്ഡലത്തിൻ്റെ എന്ത് വികസന നേട്ടം മുന്നോട്ട് വെച്ചാണോ ഇത്തവണ ജനവിധി തേടുന്നത്? തിരുവനന്തപുരം നഗരസഭയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലാതെ മറ്റൊരു എടുത്തു പറയത്തക്ക പറഞ്ഞ ഒരു വികസന പ്രവർത്തനവും തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല എന്നുള്ള വസ്തുത ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ പൊതുജനത്തിനും അറിയാവുന്നതാണ്. അതിൽ ഒരു മാറ്റമുണ്ട്. തനതായ വികസന പ്രവർത്തനങ്ങൾ രൂപം കൊടുക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം മുൻഗണന എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹാർട്ട് പ്ലേസാണ് നമ്മുടെ കരമന എന്ന് പറയുന്നത്. ഈ കരമന എന്ന് പറയുന്ന പ്രദേശത്ത് നഗരസഭയ്ക്ക് ചെയ്യുന്നതിന് ഉപരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ചെയ്തു തീർക്കേണ്ട നിരവധിയായ പ്രോജക്റ്റുകളുണ്ട് എൻ്റെ മനസ്സിലും നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെയും മനസ്സിലുമുള്ളത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് കരമന നദിയെ സംബന്ധിച്ചിടത്തോളം. കരമന നദിയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അഗസ്ത്യാർ മുനിയുടെ പാതാളബിന്ദുരങ്ങളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ആ നദി ഇന്നത്തെ ആ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുവാൻ വളരെയധികം മുന്നോട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ന് കരമന നദിയിലെ ഏറ്റവും കൂടുതൽ മാലിന്യം നിറഞ്ഞ ഒരു നദിയായി മാറി. കേരളത്തിൽ തന്നെ 44 നദികളിലുള്ള 2ാം സ്ഥാനത്താണ് മാലിന്യമുക്തമായ ഒരു നദി എന്ന് പറയുമ്പോൾ കരമന നദിയാണ്. ആ നദിയെ നമ്മുടെ ഗംഗാ നദി പുനരുജ്ജീവിപ്പിച്ചതുപോലെ കഴിഞ്ഞ 11 വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെൻറ് UP ഗവൺമെൻറ്റും കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഗംഗാ നദിയെ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിച്ചത്, അതുപോലെ കരമന നദിയെ പുനരുജ്ജീവിപ്പിച്ചെടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടെ ഒരു ബൃഹത്തായ ഒരു പ്രോജക്റ്റിന് രൂപം കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ആ തരത്തിൽ ഒരു ദീർഘമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുമാത്രമല്ല, നമ്മുടെ നഗരസഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നായ്ക്കളുടെ ശല്യമാണ്. നിങ്ങളൊക്കെ സഭയിൽ വന്നിട്ടുള്ളവരാണ്, പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. മറ്റൊന്നുമല്ല, ഈ ശാശ്വതമായ നായ്ക്കളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് അപ്പോൾ സഭയിൽ നിന്ന് ചേർന്ന് പലപ്പോഴും നമുക്ക് ആക്ഷേപപൂർവമായ സമീപനമാണ് നടന്നിട്ടുള്ളത്. അതായത് വന്ധീകരണം ചെയ്യപ്പെട്ട ABC പ്രോഗ്രാം വഴി വന്ധീകരണം ചെയ്യപ്പെട്ട നായ്ക്കൾ പ്രസവിക്കുന്നതായി നിങ്ങൾ പത്രക്കാരും ദൃശ്യമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് സഭയിൽ പറഞ്ഞപ്പോൾ നമ്മുടെ ചെയറിൽ നിന്നുകൊണ്ട് കളിയാക്കുന്നത് കരമനാജിത്ത് നായ്ക്കൾ വന്ധീകരണം ചെയ്യപ്പെട്ട ABC പ്രോഗ്രാം വഴി വന്ധീകരണം ചെയ്യപ്പെട്ട നായ്ക്കൾ പ്രസവിക്കുന്നത് കണ്ടോ എന്നുള്ള ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ചെയറിൽ നിന്നുള്ള ആ സമീപനം അന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. തീർച്ചയായിട്ടും തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഇടപെടുന്നു എന്നുള്ളത്. ഞങ്ങൾ സഭയിൽ വച്ചിട്ടുള്ള നമ്മൾ ഷട്ടറുകൾ നിർമ്മിക്കണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ജീവനെയും കൊല്ലുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല. എല്ലാവർക്കും ജീവിക്കുവാനുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ജീവിക്കുവാൻ, എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ അവകാശം കൂടിയാണ്. അപ്പോൾ അവരെ ഉപദ്രവിക്കാതെ, അവരെ കൊല്ലാതെ ആ നായ്ക്കളെ ഷട്ടറുകൾ നിർമ്മിച്ചുകൊണ്ട് വികേന്ദ്രീകൃതമായോ കേന്ദ്രീകൃതമായോ അറിയാം 2-2.5 ഏക്കർ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം നഗരസഭയിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ നായ്ക്കളെ കൊണ്ട് പാർപ്പിക്കുകയും അവർക്ക് ഭക്ഷണങ്ങൾ ഈ മാലിന്യ വിഷയത്തെ സംബന്ധിച്ച് മാലിന്യ വിഷയങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യം എന്ന് പറയുന്ന ഈ വിഷയം. തിരുവനന്തപുരം നഗരത്തിൽ നമ്മുടെ വിളപ്പിശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിന് ശേഷം
അതിനൊരു ശാശ്വതമായ പരിഹാരം കാണുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. മാലിന്യ വിഷയം ഒരു കീറാമുട്ടിയായി നിൽക്കുന്ന ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഈ മാലിന്യ വിഷയത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. അറിയാമല്ലോ, കേന്ദ്ര ഗവൺമെൻറ്, അത് നരേന്ദ്രമോദി പറഞ്ഞു, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ ആരാധ്യരായ മുഖ്യമന്ത്രിയും അതിനെ പിന്തുണച്ചു. ശരിയാണ്, കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുണ്ട്. എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കൊണ്ടുവരുവാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ ഇവർ പലപ്പോഴും പറയുന്ന ഉറവിടത്തിൽ മാലിന്യ സംസ്കരണമാണ്. എന്നാൽ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണത്തിന് ചെലവഴിച്ചിട്ടുള്ള പണം മുഴുവൻ കടലിൽ കായം കലക്കിയതുപോലെ ആ പണമെല്ലാം പാഴാക്കുകയാണ് ചെയ്തത്. അത് പൈപ്പ് കമ്പോസ്റ്റിംഗ് ആയിരുന്നാലും ബയോഗ്യാസ് പ്ലാന്റ് ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ എയറോബിക് ബിൻ ആയിരുന്നാലും എല്ലാം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കിച്ചൺ ബിന്നിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുവാൻ പോലും ഇവർ പരാജയപ്പെട്ടത്. അതിൽ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും കിച്ചൺ ബിൻ വാങ്ങിയതിലും കൊടുക്കുന്നതിലും അഴിമതിയുണ്ടെന്ന് പറഞ്ഞത് BJP ആണ് 2019. പക്ഷേ ഇപ്പോൾ ഓഡിറ്റ് 2023-24 ഓഡിറ്റ് പരിശോധിക്കുന്ന സമയത്ത് ആ ഓഡിറ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കിച്ചൺ ബിന്ന് കൊടുത്തതിലും അത് വാങ്ങിയതിലും അഴിമതിയുണ്ട്. അത് യഥാസമയം പ്രവർത്തിക്കുന്നില്ല. എവിടെയാണ് കൊടുത്തത് എന്നുള്ള കൃത്യമായ കണക്കില്ല. അതുകൊണ്ട് അതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഓഡിറ്റ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പരാജയമാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെച്ചിട്ടുള്ള ആശയം, നരേന്ദ്രമോദി വെച്ചിട്ടുള്ള ആശയം, കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. ആ നഗരസഭയിൽ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കും. അതിനുള്ള സ്ഥലം കണ്ടെത്തും. അതിനു വേണ്ട നടപടികൾ, മാലിന്യ സംസ്കരണത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നതും ഈ ഭരണസമിതി, BJP നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി തീർച്ചയായിട്ടും അതിന് മുൻഗണന കൊടുക്കും. അതിൽ യാതൊരു മാറ്റമില്ല. നമുക്കറിയാം, നമ്മുടെ രാജീവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെൻറ്, നമ്മുടെ നഗരസഭ ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഭരണസമിതി വന്ന് 45 ദിവസത്തിന് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ തിരുവനന്തപുരം നഗരത്തിൽ എത്തും. ആ എത്തുന്നത് വെറുതെയല്ല, എല്ലാത്തിനും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അത് മാലിന്യ വിഷയത്തിലായിരുന്നാലും ശരി, നായ്ക്കളുടെ വിഷയത്തിലായിരുന്നാലും ശരി, ഈ നഗരത്തിൻ്റെ സമഗ്രമായ വികസനം, സുസ്ഥിരമായ വികസന പദ്ധതിക്കെല്ലാം അദ്ദേഹം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുമെന്ന് നമ്മുടെ രാജീവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നരേന്ദ്രമോദി വരികയും ഈ നമ്മുടെ കയ്യിൽ അധികാരം ഏൽപ്പിക്കുകയാണെങ്കിൽ ജനം തീർച്ചയായിട്ടും ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു സുസ്ഥിരമായ വികസനം വരും തലമുറയ്ക്ക് ഉപയോഗിക്കുവാൻ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി ജഗദീശ്വരൻ നമ്മോടൊപ്പം ഈ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി, ആ ഭരണസമിതിക്ക് വേണ്ടി സ്വപ്നം കാണുകയാണ്. ഒരു തിരുവനന്തപുരത്തിലെ നഗരത്തിലെ നിവാസികൾ സ്വപ്നം കാണുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ വീടുകളിൽ പോകുമ്പോൾ, ഞങ്ങളൊക്കെ വീടുകളിൽ പോകുമ്പോൾ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇനിയെങ്കിലും ഈ 43 വർഷക്കാലം CPM നേതൃത്വം കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണസമിതിയെ തൂത്തെറിയണം എന്നുള്ളതാണ് ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. അതുതന്നെയാണ് പ്രചരണ വേളയിൽ, 2ാം ഘട്ട പ്രചരണ വേളയിൽ ഞങ്ങൾ പോകുന്ന സമയത്തും 1ാം ഘട്ടവും 2ാം ഘട്ടവും കഴിയുന്ന ഈ അവസരത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവം അതുതന്നെയാണ്.